മണിത്തൂവൽ ഭാഗം 16. ഗേറ്റ് കടന്ന് ബൈക്ക് പോർച്ചിൽ കൊണ്ടുപോയി നിർത്തി. അബിയും പ്രിയയും ഇറങ്ങി വനാന്തയിലേക്ക് കയറി. ഈ സമയം ഗോമതി എവിടേക്ക് വന്നു. ആകെ നനഞ്ഞു നിൽക്കുന്ന രണ്ടുപേരെയും കണ്ട് ഗോമതി വേഗം തോർത്തെടുത്തു കൊണ്ടുവന്നു. അയ്യോ, രണ്ടാളും നന്നായി നനഞ്ഞല്ലോ, ഇതാ തല തോർത്ത്. രണ്ടാളും തോർത്ത് വാങ്ങി തല തുവർത്തി. നല്ല മഴയായിരുന്നില്ലേ? ഇതും കൊണ്ട് ബൈക്കിൽ വരേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? എവിടെയെങ്കിലും കയറി നിൽക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക് രണ്ടാക്കും? ഗോമതി ചോദിച്ചു. ഇങ്ങ് എത്താറായപ്പോഴായി മഴ പെയ്തത്. കയറി നിൽക്കുക എന്ന് വെച്ചാൽ അവിടെയെങ്ങും തന്നെ ഒരു മരം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വണ്ടി നേരെ വിട്ടു. പ്രിയ പറഞ്ഞു. രണ്ടാളും വേഗം ചെന്ന് കുളിച്ച് ഈ നനഞ്ഞതൊക്കെ മാറ്, ഗോമതി പറഞ്ഞു. രണ്ടാളും വേഗം അകത്തേക്ക് കയറി. ഈ സമയം അവിടേക്ക് വന്ന യമുന രണ്ടാളെയും കണ്ട് അമ്പരന്നു. ഇതെന്താ, നിങ്ങൾ കുളിച്ചുകൊണ്ടാണോ വന്നത്? അല്ല, മഴ നനഞ്ഞുകൊണ്ട് വന്നതാ. എന്താ, ആൻറ്റിക്ക് നനയണോ? അബി ചോദിച്ചു. അയ്യോ വേണ്ടേ, വല്ല പനിയെങ്ങാനും വന്ന കണക്കായി. എനിക്ക് മഴ കൊള്ളുകയും വേണ്ട, കാണുകയും വേണ്ട, യമുന പറഞ്ഞു. മതി പറഞ്ഞു നിന്നത്, വേഗം ചെന്ന് കുളിക്കാൻ നോക്ക്, ഗോമതി പറഞ്ഞു. ഇരുവരും വേഗം മുറിയിലേക്ക് നടന്നു. അപ്പോഴാണ് യമുന പ്രിയയെ ശ്രദ്ധിച്ചത്. നനഞ്ഞ് ഉടലോട് ഒട്ടിയ സാരിയിൽ അവളുടെ ഉടലഴകെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഏതാമ്പിള്ളേരും ഒന്ന് വീണ് പോകും അവളെ കണ്ടാൽ. ഈശ്വര, അഭിമാൻ്റെ കൺട്രോൾ എങ്ങാനും പോകുമോ? നീ തന്നെ കാത്തോണേ, യമുന പറഞ്ഞു. ഇരുവരും മുറിയിലേക്ക് ചെന്നു. അബി ടവലെടുത്ത് തിരിഞ്ഞ് പ്രിയയെ നോക്കി. അവൾ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ പോയി കുളിച്ചോ? അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. അപ്പം മനുവേട്ടൻ? സാരമില്ല, അത് വേണ്ട, മനുവേട്ടൻ ആദ്യം കുളിച്ചോളൂ. വേണ്ട, താനല്ലേ നിന്ന് വിറയ്ക്കുന്നത്, പോയി കുളിച്ചോ, അവൻ പറഞ്ഞു. അവൾ പിന്നെ ബാത്റൂമിലേക്ക് കയറി വേഗം കുളിച്ചിറങ്ങി. അബിയേട്ടൻ ഇനി കുളിച്ചോളൂ. അവനും വേഗം പോയി കുളിച്ചിറങ്ങി. ഇരുവരും താഴേക്ക് ചെന്നു. രാത്രി അത്താഴവും കഴിച്ച് ഇരുവരും മുറിയിലേക്ക് വന്നു. പ്രിയ ചെറുതായി തുമ്മുകയും ചീറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തു പറ്റി? അവൻ ചോദിച്ചു. ഒന്നുമില്ല, ചെറിയ ഒരു ജലദോഷം, മഴ നനഞ്ഞത് കൊണ്ടാകും, അവൾ പറഞ്ഞു. ടാബ്ലറ്റ് എന്തെങ്കിലും വേണോ? വേണ്ട. അവൻ ചെന്ന് ബാം എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് നൽകി. ഇത് പട്ടിക്കോളൂ. അവൾ അത് വാങ്ങി പുരട്ടി. പിന്നെ ഇരുവരും ലൈറ്റ് അണച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു ഞരക്കം കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. ലൈറ്റിട്ട് നോക്കി. പ്രിയ കിടന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പ്രിയേ, അവൻ വിളിച്ചു. പിന്നെ നെറ്റിയിൽ തൊട്ട് നോക്കി. ഈശ്വര, നല്ല പനിയുണ്ടല്ലോ, എന്താ ചെയ്യുക? എല്ലാവരും നല്ല ഉറക്കമായിരിക്കും, വിളിച്ച് ശല്യം ചെയ്യണ്ട. അവൻ കബോർഡിൽ നിന്ന് പനിയുടെ ഗുളിക എടുത്തു കൊണ്ടുവന്നു. പ്രിയ, എഴുന്നേൽക്ക്, ഈ മരുന്ന് കുടിക്കേ. അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മരുന്ന് കഴിപ്പിച്ചു. പിന്നെ കിടത്തി. പിന്നെ താഴെ ചെന്ന് കുറച്ച് ചുക്കുകാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അതും പതിയെ അവളെ കൊണ്ട് കുടിപ്പിച്ചു. പനി അല്പം കുറഞ്ഞിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്നെ വിട്ടിട്ട് പോവല്ലേ, എനിക്ക് പേടിയാവുന്നു, അവൾ പറഞ്ഞു. അവനൊന്ന് വല്ലാതായി. ലൈറ്റ് അണച്ച് പതിയെ അവളോട് ചേർന്ന് കിടന്നു. അവൻ്റെ ചൂടെറിഞ്ഞതും ഒന്നുകൂടെ അവനിലേക്ക് ചേർന്ന് കിടന്നു അവൾ. ഇരു കരങ്ങൾ കൊണ്ട് അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അവളെ കണ്ടതും അവൻ പുഞ്ചിരിച്ചു. പതിയെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നെ കവളിൽ. മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൻ വിരലാൽ മാടി ഒതുക്കി. വിറയ്ക്കുന്ന അധരങ്ങൾ കണ്ടതും അവൻ്റെ നെഞ്ചിൽ പേറി. പതിയെ ആ ചുണ്ടുകളിൽ അവൻ ചുണ്ടുകൾ അമർത്തി. അവളൊന്ന് പിടച്ചു. പിന്നെ അവനെ ഇറുകി പുണർന്നതും അവന് തന്നിലെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതാവുന്നതായി തോന്നി. അതിയായ ആവേശത്തോടെ അവളിലേക്ക് പടർന്നു കയറാൻ ഒരുങ്ങിയതും പെട്ടെന്ന് എന്തോ ഓർത്തെന്നപ്പോൾ അവൻ പിടഞ്ഞു മാറി. ഇല്ല, ഇത് ശരിയല്ല. അവളുടെ അറിവോ സമ്മതവും ഇല്ലാതെ അവളെ സ്വന്തമാക്കുന്നത് ശരിയല്ല, അവൻ മനസ്സിലോർത്തു. അവൻ എഴുന്നേറ്റ് ചെന്ന് ബ്ലാങ്കറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. പിന്നെ അവളെ നോക്കി അവളുടെ അരികിൽ ചേർന്ന് കിടന്നു. പതിയെ അവനും മയക്കത്തിലേക്ക് വീണു. രാവിലെ പ്രിയയാണ് ആദ്യം കണ്ണു തുറന്നത്. താൻ ബ്ലാങ്കറ്റ് പൊതിച്ചിരിക്കുന്നത് കണ്ട് അവളൊന്ന് അമ്പരന്നു. അപ്പോഴേക്കും അവനും എഴുന്നേറ്റു. എഴുന്നേറ്റോ? ഇപ്പം എങ്ങനെയുണ്ട്? പനിയൊന്നുമില്ലല്ലോ? അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. പനി? അവൾ മനസ്സിലാവാതെ ചോദിച്ചു. അത് ശരി, തനിക്കൊന്നും ഓർമ്മയില്ലേ? ഇന്നലെ രാത്രി നല്ല പനിയുണ്ടായിരുന്നു തനിക്ക്. ഞാൻ ടാബ്ലറ്റും കാപ്പൊക്കെ ഉണ്ടാക്കി തന്നത്.
അങ്ങനെയൊക്കെ ഉണ്ടായോ? ഞാൻ കുറച്ച് സമയം കൂടി കിടന്നു. ഇന്നേതായാലും കോളേജിൽ പോകണ്ട. ഏയ് അതൊന്നും വേണ്ട, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ആ മഴ നനഞ്ഞത് കൊണ്ട് പറ്റിയതാ. എനിക്കിന്ന് പോകാതെ പറ്റില്ല, അവൾ പറഞ്ഞു. എന്നാ അങ്ങനെ ആവട്ടെ, അവൻ പറഞ്ഞ് പുറത്തേക്ക് നടന്നു. കുളി കഴിഞ്ഞ് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് അഭി ഡ്രസ്സിങ് റൂമിലേക്ക് ചെന്നു. കർട്ടൻ മാറ്റിയതും അവനൊന്ന് പകച്ചു. അണ്ടർസ്കേർട്ടും ബ്ലൗസും ഇട്ടു സാരി ഉടുക്കുകയായിരുന്നു പ്രിയ. അവനെ കണ്ടതും അവൾ വേഗം കൈകൾ കൊണ്ട് മാറമറച്ച്. അവൻ അമ്മലോടെ മുഖം തിരിച്ചു. സോറി ഞാൻ. അവൻ ലജ്ജയോടെ മുഖം കുനിച്ചു. അവൻ തിരിഞ്ഞു നടക്കവേ തറവിൽ ബ്ലഡ് ഇട്ടിരിക്കുന്നത് കണ്ട് ഞെട്ടി. ഇതെന്താ ബ്ലഡ്? അവൾ തൻ്റെ കൈ കാണിച്ചു. വലത് കൈയിലെ വിരലിൽ ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നു. അത് ഭീതിയോടെ അവൻ ഭീതിയോടെ അവളുടെ അരികിലേക്ക് ചെന്ന് അത് നോക്കി. എന്തു പറ്റിയത്? അത് കബോർഡ് തുറന്നപ്പോൾ കൈ കുടുങ്ങിയതാ. ചെറിയ മുറിവേ ഉള്ളൂ. ചെറുതായാലും വലുതായാലും മുറിവ് പറ്റിയില്ലേ? സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് കേൾക്കില്ല. കൂടുതൽ മുറിയഞ്ഞത് ഭാഗ്യം, അവൻ പറഞ്ഞു. അവൾ മൗനമായി മുഖം കുനിച്ച് നിന്നു. നീ വേഗം വേഷം മാറാൻ നോക്ക്. അത് കൈ മുറിഞ്ഞതുകൊണ്ട് സാരി ഉടുക്കാൻ വയ്യ, അവൾ പറഞ്ഞു. അവൻ എന്തോ ആലോചിച്ചു. പിന്നെ അവളുടെ അരികിലേക്ക് ചെന്നു. ഇങ്ങത്താ, ഞാൻ ഉടുപ്പിക്കാം. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. എന്താ വേണ്ടേ? അവൾ പറഞ്ഞു. അവൻ സാരി വാങ്ങി ഭംഗിയായി ഞൊറിവിടുത്ത് അവളുടെ അണിവയറിൽ തൊട്ടതും അവളുടെ ഉടലൊന്ന് വിറച്ചു. അവൻ്റെ ഓരോ സ്പർശവും അവളുടെ പെണ്ണിനെ ഉണർത്തുന്നതായി അവൾക്ക് തോന്നി. അവൻ്റെ കൈവിരലുകൾ അവളുടെ ഉടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇക്കിളി കൂട്ടി. ഭംഗിയായി തന്നെ സാരി ഉടുപ്പിച്ച് അവൻ അവളെ കണ്ണാടിക്ക് മുന്നിൽ കൊണ്ട് നിർത്തി. അവൾ അത്ഭുതപ്പെട്ടു. ഇത്രയും ഭംഗിയായി താൻ തന്നെ ഇന്നേവരെ സാരി ഉടുത്തിട്ടില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്നാ മോള് ചെല്ല്, ചേട്ടൻ വേഷം മാറട്ടെ, അവൻ പറഞ്ഞു. അവൾ വേഗം പുറത്തേക്ക് നടന്നു. വേഷം മാറി ബാഗും എടുത്ത് പ്രിയ താഴേക്ക് വന്നു. നിമ്മി അവളെ ഉറ്റുനോക്കി. ഇന്നെന്തോ ചേച്ചിക്കട നല്ല പ്രത്യേക ഭംഗിയുണ്ടല്ലോ. സാരി നല്ല ഭംഗിയിൽ ഉടുത്തിട്ടുണ്ട്. പ്രിയ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ തലച്ചിരിച്ച് അഭിയെ നോക്കി. അവനും ബാഗും എടുത്ത് താഴേക്ക് വന്നു. അമ്മേ, ഞങ്ങൾ ഇറങ്ങിയാട്ടോ. ശരി മക്കളെ. ഇരുവരും യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. പ്രിയ സ്റ്റാഫ് റൂമിലേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നോക്കിയിരുന്നു പോയി. ഗുഡ് മോർണിംഗ് പ്രിയ, വിജയ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ടീച്ചർ ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വിശേഷമുണ്ടോ? വിജയ് ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ല, കമൻ്റ് അടിക്കുകയാണെന്ന് കരുതരുത്. ടീച്ചർക്ക് സാരി നന്നായി ചേരുന്നുണ്ട്. അവളൊന്ന് ചിരിച്ചു. വിജയ് സാറേ, എന്താ ഒരു സംസാരം? മെറീന ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്നുമല്ല. ഇനിയെങ്കിലും സാറിൻ്റെ മനസ്സിലുള്ള കാര്യം ടീച്ചറോട് തുറന്ന് പറയരുതോ? മഹേഷ് പറഞ്ഞതും വിജയ് ഞെട്ടി. പ്രിയ കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി. വേറെ ഒന്നുമല്ല ടീച്ചറെ, വിജയ് സാറിന് ടീച്ചറെ ഇഷ്ടമാണ്. ടീച്ചർക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരുമായി സംസാരിച്ച് നമുക്കതൊന്ന് തീരുമാനിച്ചുറപ്പിക്കാം. ഇത് പറയാനായി വിജയ് കുറേ ദിവസങ്ങളായി വെറുപ്പോട്ടുന്നു. എന്താ ടീച്ചറുടെ അഭിപ്രായം? പ്രിയ ആകെ ഞെട്ടി. അത് ഞാൻ വിവാഹിതയാണെന്ന് അറിയില്ലേ സാറിന്. അതുകൊണ്ട് അത് നടക്കില്ല. അത് കേട്ടതും അയാളുടെ മുഖം വാടി. അയാളെക്കുറിച്ചെല്ലാം ടീച്ചർ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. ടീച്ചറെ സംശയിച്ച് എന്ന് കള്ളും കുടിച്ച് വന്ന് ഉപദ്രവിക്കുന്ന അയാളെ പോലൊരു ഭർത്താവ് ടീച്ചർക്ക് എന്തിനാ? മാത്രമല്ല ഇത്രയായിട്ടും ടീച്ചർക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്ത ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ടീച്ചറെ നല്ലത്, റുബീന പറഞ്ഞു. പ്രിയ ആകെ വല്ലാത്തൊരവസ്ഥയിൽ തിരിഞ്ഞതും വാതിക്കലെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുന്ന അഭിയെ കണ്ടതും ശ്വാസം നിലച്ചതുപോലെ നിന്നുപോയി പ്രിയ. ടീച്ചർ പെട്ടെന്നൊരു മറുപടി പറയണ്ട. വീട്ടിൽ ചെന്ന് നന്നായി ആലോചിച്ച് സാവകാശം പറഞ്ഞാൽ മതി അല്ലേ വിജയ്? മഹേഷ് ചോദിച്ചു. വിജയ് ഒന്ന് മൂളി. എന്നാൽ ശരി. എല്ലാവരും പോയതും പ്രിയ അവിടെ തന്നെ നിന്നു. അഭിയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു. അവൾ ആകെ ഭയന്നു. മനുവേട്ട, അവൾ വിളിച്ചുകൊണ്ട് പിന്നാലെ ചെന്നതും അവൻ ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. പ്രിയ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നു. വരാന്തയിൽ നിന്ന് നീലിമ ഇതൊക്കെ കണ്ടു. അവളുടെ നെറ്റി ചുളിഞ്ഞു. അഭിയുടെ പ്രിയയോട് എന്തോ പിണങ്ങിപ്പോയതാണെന്ന് തോന്നുന്നല്ലോ. എന്തായിരിക്കും കാരണം? അവൾ തല പുകഞ്ഞ് ആലോചിച്ചു.
അവൻ ദേഷ്യത്തോടെ വണ്ടി ഓടിച്ചു. അവിടെ കേട്ട കാര്യങ്ങൾ കാതിൽ മുഴങ്ങിയതും അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. അവൻ ഗിയറിൽ പിടിച്ച് തിരിച്ച് വേഗം കൂട്ടി. പെട്ടെന്ന് ഒരിടത്തെത്തിയത് സഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തി കിതച്ചു. പിന്നെ ഫോണെടുത്ത് ദീപക്കിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ദീപു, നീ എവിടെയാ? ഞാനിവിടെ സലൂൺ പാർക്കിലുണ്ട്. എന്താടാ? ഒന്നുമില്ല, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് അവൻ വണ്ടി വിട്ടു. പാർക്കിലെ ടേബിളിന് മുന്നിൽ ദീപക്കും അഭിയും ഇരുന്നു. അഭി കോപം കൊണ്ട് എരിവിരി കൊള്ളുകയായിരുന്നു. എടാ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ദീപക് അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. ദേഷ്യം വരാതെ പിന്നെ എന്തൊക്കെയാണ് അവൾ എന്നെക്കുറിച്ച് അവരോട് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? ഞാൻ കൊടിയനാ, സംശയരോഗിയാ, കുടിച്ചിട്ട് വന്ന് അവളെ ഉപദ്രവിക്കുക അത്രേ. ഇന്ന് വരെ ഞാൻ അവളെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. അപ്പോഴവൾ ഇതൊക്കെ പോട്ടെ എന്ന് വയ്ക്കുക. ഞാൻ ഒരാണത്തും ഇല്ലാത്തവനാണെന്ന് പോലും അവൾ പറഞ്ഞില്ലേ? അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ വയറും വീർപ്പിച്ച് നിന്നേനെ, അറിയോ? അത് കേട്ടതും ദീപക് ചിരിച്ചു. നീ എതിരെ ചിരിക്കുന്നത്? ഒന്നുമില്ല, നിൻ്റെ വർത്തമാനം കേട്ട് ചിരിച്ചു പോയതാ. എടാ, കോളേജിൽ അവൾ നിൻ്റെ ടീച്ചറും നീ അവളുടെ സ്റ്റുഡൻറ്റുമാണ്. ഭർത്താവ് തൻ്റെ സ്റ്റുഡൻ്റാണെന്ന് അവരോടൊക്കെ അവൾ എങ്ങനെ പറയും? പിന്നെ അവരാണെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച് അന്വേഷിക്കില്ലേ? അതിനൊരു തടയിടാനായിരിക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ നിന്നെ കരിവാരി തേക്കാനൊന്നും ആയിരിക്കില്ല അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊന്നോർത്ത് നീ വെറുതെ അവളോട് വഴക്കടിക്കാൻ നിൽക്കണ്ട, ദീപക് പറഞ്ഞു. എന്നാലും ഞാൻ ആണത്തും ഇല്ലാത്തവളാണെന്ന് അവൾ പറഞ്ഞില്ലേ? അവൾക്കൊരു കുഞ്ഞിനാണെങ്കിൽ എന്നെ ഞാൻ കൊടുത്തേനെ. ഏതായാലും ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക്, അവൻ പറഞ്ഞു. ഡാ, ആ പെണ്ണിനെ കയറി പീഡിപ്പിച്ചേക്കരുതേ. കാര്യം കെട്ടിയതൊക്കെ തന്നെയാണ് എന്ന് വെച്ച് പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളെ തൊട്ടാ വകുപ്പ് വേറെയാ, അത് ഓർമ്മ വേണം, ദീപക് പറഞ്ഞു. അമ്മ അവനെ തുറച്ചു നോക്കി. ഓടാ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് നടന്നു. ദീപക് ചിരിച്ചു. അപ്പോൾ അവൻ്റെ ഫോൺ അടിച്ചു. അവൻ അതെടുത്ത് നോക്കി. ആഹാ, പ്രിയ ആണല്ലോ, 100 വയസ്സ് തന്നെ. അവൻ കോളെടുത്തു. ഹലോ പ്രിയ. ഹലോ ദീപികേട്ടാ, മനുവേട്ടൻ ദീപേട്ടനെ കാണാൻ വന്നിരുന്നോ? അവൾ ആശങ്കയോട് ചോദിച്ചു. ആ, ഇത്രയും നേരം അവൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉണ്ടായ കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞു. എന്നാലും പ്രിയ, ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുതായിരുന്നു. അത് പിന്നെ അവർ ഭർത്താവിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനൊരു തടിയിട എന്ന് കരുതിയ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാലും അവന് കുട്ടികളുണ്ടാവില്ല എന്ന് പറയണ്ടായിരുന്നു. അതാ അവനെ ഏറ്റവും അധികം വിഷമായത്. ദീപേട്ട, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടികളുണ്ടാക്കാത്തത് എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എൻ്റെ ഭർത്താവിന് കുട്ടികളുണ്ടാവില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരതൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചതാ, അവൾ പറഞ്ഞു. ആ, ഏതായാലും അവൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, നേരെ വീട്ടിലേക്കായിരിക്കും. ശരി, എന്നാൽ ഞാൻ വയ്ക്കുക. ശരി. പ്രിയ ടെൻഷനോടെ ഫോൺ വെച്ച്. പിന്നീട് അവൾക്ക് ഒന്നിനും ഒരു മൂഡ് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്ത് അവളും വീട്ടിലേക്ക് മടങ്ങി. ഇന്നെന്താ മോളെ നേരത്തെ? പതിവില്ലാതെ ഉച്ചയ്ക്ക് കയറി വരുന്ന പ്രിയയെ കണ്ട് ഗോമതി ചോദിച്ചു. അതമ്മ, എന്തോ ഒരു തലവേദന പോലെ. ഇന്നലെ രാത്രി ചെറിയ പനിയും ഉണ്ടായിരുന്നു. ഇന്നലെ ആ മഴ കൊണ്ടത് കൊണ്ടാവും. ആണോ? എന്നാൽ മോള് പോയി കിടന്നു. അഭിയും വയ്യാന്ന് പറഞ്ഞ് നേരത്തെ വന്നിട്ടുണ്ട്. അത് കേട്ടതും അവൾക്കല്പം ആശ്വാസം തോന്നി. അവൾ നേരെ മുകളിലേക്ക് നടന്നു. വാതിൽക്കലെത്തിയതും പെട്ടെന്ന് നിന്നു. എന്തായിരിക്കും മനുവേട്ടൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം? ദേഷ്യത്തിലായിരിക്കുമോ? അവൾ ഓർത്തു. എന്തായാലും വരുന്നത് വരട്ടെ. അവൾ രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്നു. തൻ്റെ വരവും പ്രതീക്ഷിച്ചെന്ന പോലെ കട്ടിലിൽ ചുവരും ചാരിയിരിക്കുന്ന അഭിയെ കണ്ടതും അവൾ ഞെട്ടി. അവളുടെ നെഞ്ചി പടപട ഇടിക്കാൻ തുടങ്ങി. തുടരും.